അതായത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ക്രിയേറ്റിവിറ്റി എന്നാണ്. ഒരു ലീഡറുടെ ക്വാളിറ്റിയിൽ വരുന്ന അടുത്ത സ്റ്റെപ്പാണ് ക്രിയേറ്റിവിറ്റി. അതായത് ലീഡേഴ്സ് ഹു ആർ ക്രിയേറ്റീവ് ആർ ഏബിൾ ടു തിങ്ക് ഔട്ട്സൈഡ് ദി ബോക്സ്. അതെന്താണ്? അതായത് നമ്മുടെ ഒരു പരിധിക്ക് പുറത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുക, ആ ഒരു ബോക്സിന് പുറത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുക. അതാണ് ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കൃത്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾക്ക് അത്രയ്ക്ക് മാത്രം ചെയ്യുന്ന ആള് ഒരു ജോലി ചെയ്യുന്ന ആളാണ്, അയാൾ ഒരു ലീഡർ അല്ല. അതേസമയത്ത് നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞതിന് അതിനെ കുറച്ച് ആ ബോക്സിന് പുറത്ത് നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ ക്രിയേറ്റിവിറ്റി അവിടെ ആഡ് ചെയ്യും. അതായത് നമ്മുടെ ചിന്ത, നമ്മുടെ ബുദ്ധി, അതൊക്കെ നമ്മൾ അവിടെ ഉപയോഗിക്കണം. ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ആളാണ് നല്ലൊരു ലീഡർ. അത് കെയിം അപ്പ് വിത്ത് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ടു കോംപ്ലക്സ് പ്രോബ്ലംസ്. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്കുണ്ടാവും ഒരു ടീം വളർത്തിയെടുക്കുമ്പോൾ. അതുപോലെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ടീമിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രോബ്ലംസ് പല ആൾക്കാരും പറയുകയൊക്കെ ചെയ്യും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ ആ ലീഡർ എന്താ ചെയ്യുക? അയാളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി മൂലം അതിനൊക്കെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന ആളാവണം. അതാണ് ഒരു ലീഡറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലീസ്. വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു ക്യാരക്ടറാണ് ഇത്, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഗുഡ് ലീഡേഴ്സ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ് ആൻഡ് ഹോൾഡ് ദംസെൽവ്സ് ആൻഡ് അതേഴ്സ് അക്കൗണ്ടബിൾ ഫോർ ദെയർ പെർഫോമൻസ്. ഒരു നല്ല ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ലീഡർ എപ്പോഴും ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അയാൾ ചെയ്യുന്ന ആക്ഷൻസ്, അതായത് അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അയാൾ എടുക്കുന്ന ഡിസിഷനുകൾ, അതുപോലെ തന്നെ അവർ മറ്റുള്ളവരുടെ പെർഫോമൻസ്, അതായത് മറ്റുള്ളവരുടെ പ്രവൃത്തിയിലുള്ള റിസൾട്ട് എന്തുണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഉത്തരവാദിത്വം ലീഡർ ഏറ്റെടുക്കും. എന്റെ ടീമിൽ വരുന്ന റിസൾട്ട് അത് എന്റെ പ്രവൃത്തിയുടെ, അതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ശരിയാക്കേണ്ട ചുമതല എന്റേതാണ്. അല്ലാതെ മറ്റുള്ളവരിൽ കുറ്റം ചാർത്തുന്ന സ്വഭാവം അയാൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അയാളുടെ വാക്കുകളിലായിക്കോട്ടെ, അയാളുടെ പ്രവൃത്തികളിലായിക്കോട്ടെ, അയാളുടെ എന്തെങ്കിലും ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുന്നതിലായിക്കോട്ടെ, ഒക്കെയും അയാൾ കൃത്യമായും ആ വാക്ക് പാലിക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും. അതാണ് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ് ആൻഡ് ഹോൾഡ് ദംസെൽവ്സ് ആൻഡ് അതേഴ്സ് അക്കൗണ്ടബിൾ ഫോർ ദെയർ പെർഫോമൻസ് എന്ന് പറയും. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അഡാപ്റ്റബിലിറ്റി എന്ന് പറയും. അതായത് എഫക്റ്റീവ് ലീഡേഴ്സ് ആർ അഡാപ്റ്റബിൾ ടു ചേഞ്ച്. സോ എന്ത് സിറ്റുവേഷൻസ് വരുന്നു, പെട്ടെന്ന് ഒരു പ്രശ്നങ്ങൾ വരുന്നു, അതുപോലെ സിറ്റുവേഷൻസ് മാറുന്നു, കമ്പനിയുടെ എന്തെങ്കിലും തീരുമാനങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നു, അതുപോലെ തന്നെ ടീമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ആവുക. നമ്മൾക്കറിയാം, ചിലപ്പോൾ നമ്മളൊരു നല്ല ഒരു ഇപ്പൊ കേരളത്തിൽ പ്രവൃത്തി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമിലെ ആൾക്കാർ മാറാൻ സാധ്യതയുണ്ട്, ഒരുപാട് പുതിയ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്, അവരവരുടെ അഭിപ്രായങ്ങൾ ഒരുപാട് വ്യത്യാസമുണ്ട്, അവർ പ്രവർത്തിക്കുന്ന ശൈലികളിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പൊ ഏതൊരു സിറ്റുവേഷൻ വന്നാലും അതിന് പെട്ടെന്ന് തന്നെ അതിന് അനുസരിച്ച് അവർ മാറുക, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുക എന്നുള്ളതാണ് അഡാപ്റ്റബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നല്ലൊരു ക്യാരക്ടർ കൂടിയാണ്. അത് നമ്മൾ അതൊരു സ്കില്ലാണ്. അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ വരുന്നതാണ് ഹ്യൂമിലിറ്റി. ഗുഡ് ലീഡർ ഈസ് ഹംബിൾ ആൻഡ് ഓപ്പൺ ടു ഫീഡ്ബാക്ക് ആൻഡ് ലേണിംഗ് ഫ്രം അതേഴ്സ്. അതായത് എപ്പോഴും വളരെ വിനയാന്വിതനായിരിക്കും ഒരു ലീഡർ. അയാൾ മറ്റൊരാൾ പറയുന്ന ഒരു ഫീഡ്ബാക്ക്, എന്തെങ്കിലും ഒരു അഭിപ്രായമായിരിക്കാം, അയാളുടെ ഒരു അഭിപ്രായമായിരിക്കാം, ഒരു സജഷൻ ആയിരിക്കാം, ഈ കാര്യങ്ങള് അത് എടുക്കാനും അത് നല്ല വിനയാന്വിതമായിട്ട് കേൾക്കാനും നല്ല ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, അതായത് പഠിക്കുക, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനുള്ള ഒരു സ്വഭാവം. അതുപോലെ തന്നെ ബിൽഡ് കൾച്ചർ ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. തുടർച്ചയായിട്ട് അയാൾക്ക് മാറ്റങ്ങൾ വരിക, ഇംപ്രൂവ്മെന്റുകൾ വരിക, അയാൾക്ക് വളർച്ച ഉണ്ടാവുക. ആ വളർച്ചയ്ക്ക് വേണ്ടത് എന്തൊക്കെയാണോ, അത് എന്ത് ചെയ്യണോ അതൊക്കെ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളത് അതൊരു നല്ല ക്വാളിറ്റിയാണ്. അതൊരു ഗുഡ് ലീഡേഴ്സിനുള്ള ക്വാളിറ്റിയാണ്. അപ്പൊ അത് വളർത്തിയെടുക്കേണ്ടത് പോലും ഒരു നല്ല ലീഡർ ആവാൻ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഉള്ള പോലെ ഇവിടെ കറേജ്. Leaders who are courageous are willing to take bold action and make difficult decisions even in the face of adversity or opposition. അതായത് എന്ത് എതിർപ്പ്, നേരത്തെ പറഞ്ഞത് തന്നെ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്തൊരു സിറ്റുവേഷൻസ് മാറുക, എന്തൊരു തടസ്സങ്ങൾ വരിക, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുക, ചിലപ്പോ എന്തെങ്കിലും ഡിസിഷൻസ്, വളരെ കഷ്ടകരമായ ഡിസിഷൻസ് നമ്മൾക്ക് എടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി വരിക, വളരെ കറേജിയസ് ആയിട്ട് അത് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ടി വരിക.
ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ധൈര്യം, ഒരു വില്ലിങ്നെസ്, ഒരു പവർ, അതായത് നമ്മൾ എന്താ പറയാ, ഒരു ചങ്കുറപ്പ്, നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചങ്കുറപ്പ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡറിന് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതാണ് ഇവിടെ കറേജ് ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിപ്പോകുന്ന ആൾക്കാരാണ് സാധാരണ ആൾക്കാർ. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ധൈര്യം കൊടുത്ത് നമ്മളിൽ നിന്ന് അത് അവർക്ക് ഈ കറേജ് അവർക്ക് പാസ് ചെയ്തിട്ട് നമ്മൾക്ക് അതും അവരെയും കൂടി നമ്മൾ ഈ ടീമിൽ നിലനിർത്തിക്കൊണ്ട് പോവുക, അവരെ വളർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഒരു നല്ല ലീഡറുടെ ലക്ഷണമായിട്ടുള്ളത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇവിടെ നമ്മൾക്ക് കാണുന്നുണ്ട്, എന്താ കാണുന്നത്? ഒരു ബ്ലാങ്കാ, അതായത് എന്താണ്? വീഡിയോ പാടാ. ഓക്കെ, വീഡിയോ. യെസ്, യു കൻ. बहुत जोर है। अरे भरम है भरम। देख देख कैसे उखाड़ते हैं अकड़ तेरी। वो हमारी जिंदगी को खराब किया है। हम तेरा अच्छी से रखते हैं। ले फिर आ गए सब राज्य खुश है। हाँ, तेरे को क्या लगता था कि नहीं लौटेंगे? गलत। जब तक तोड़ेंगे नहीं तब तक छोड़ेंगे नहीं। बहुत ही लंबा दंगल चलेगा रे तोर हमारा। तैयार है? हैं? क्या हाल चाल दशरथ भाई? शानदार, जबरदस्त, जिंदाबाद। अच्छा, एक बात बताइए, हाँ। ये दुनिया में इतना सारा काम है, वो सब छोड़ छाड़ के आपको पहाड़ तोड़ने का काम मिला है? भाई अपना अपना हुनर है। आप पढ़ाई लिखाई करते हैं, हम पहाड़ तोड़ते हैं। और इतना ताकत कहाँ से लाते हैं? ये प्रेम है, पहले अपने जोरों से था, अभी पहाड़ से है। इतना बड़ा बात आप इतना आसानी से बोल दिए। और एक हमें देखिए, सच्चा पत्रकार बनना चाहते थे, नेताओं का दल्ला बन के रह गए। अपने आप से घिन आता है। तो अपना अखबार काहे नहीं छाप देते हैं? अखबार निकालना इतना आसान काम है क्या? पहाड़ तोड़े से भी मुश्किल है का? आप तो कमाल कर दिए। ഇവിടെ ഇത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ട്, ഇവിടെയുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ടാവും, കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ ചില വളരെ കൃത്യമായ പോയിന്റുകൾ നമ്മൾ പറയുന്നു. അതായത് ഏതൊരു കാര്യം എടുക്കുമ്പോൾ ഇത്ര വലിയൊരു കാര്യമാണ്, അതായത് ഒരു പർവ്വതം തന്നെ പൊളിച്ചെടുത്ത് ഒരു റോഡ് ഉണ്ടാക്കിയിട്ട് വിടുക എന്നുള്ളത്, അത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചെയ്തെടുക്കുക എന്നുള്ള ചെറിയ കാര്യം. നമ്മളൊക്കെ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യില്ല. അതാണ് പവർ ഓഫ് അവർ മൈൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ പവർ ഉണ്ട്, എത്ര ഒരു പവർ ഉണ്ട്, ആ പവർ എന്തുണ്ട് എന്ന് നമ്മൾക്ക് അറിയില്ല. നമ്മളൊക്കെ സ്വയം കരുതിയിരിക്കുന്നു, നമ്മൾ എല്ലാവരും അവരുടേതായ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഇത്രയേ സാധിക്കൂ, എന്റെ ഇതാണ്. അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അവിടെ ദശരഥ് മഞ്ജി എന്ന് പറയുന്ന ആള്, അവർക്ക് ആ ഒരു എന്താ പറയാ, സ്നേഹം, ആ ഭാര്യയോടുള്ള ഒരു സ്നേഹം, അതുപോലെ തന്നെ അത് നമ്മളുടെ ഭാര്യ നഷ്ടപ്പെട്ടതിലുള്ള ആ ഒരു വേദന, ആ ഒരു ഇമോഷൻ കൊണ്ട് എന്താ, അതുകൊണ്ട് അയാൾ എടുത്ത ഒരു തീരുമാനമാണ് ആ ഡിസിഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഡിസിഷൻ എടുക്കുന്നതിൽ അടുത്തൊരു കടുത്ത തീരുമാനം അയാൾ എടുത്തു. എന്ത് തന്നെ ആയാലും ഞാനിത് സാധിക്കും, ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കിയെടുക്കും എന്ന് അയാൾ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തുനിന്നും അയാൾക്ക് ഒരു ഭാഗത്തുനിന്നും അയാൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചിരിക്കുകയായിരുന്നു, അയാളൊരു ഭ്രാന്തനാണെന്ന് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് അയാള് സ്വന്തം അധ്വാനം, അതായത് വിട്ടുകൊടുക്കില്ല, ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തോടെ, അവരുടെ മനസ്സിന്റെ പവറാണ് അത് കാണിക്കുന്നത്. എല്ലാവരുടെയും ഈ ശക്തിയുണ്ട്, നമ്മൾ ഓരോരുത്തരിലും ഈ ശക്തിയുണ്ട്.
നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരിക്കലും സാധിക്കാത്തതായിട്ട് ജീവിതത്തിൽ ഒന്നുമില്ല. ഒരു കാര്യവും നമുക്ക് സാധിക്കാത്തതായിട്ടില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതാണ് ഇവിടെ നമ്മൾ എടുത്ത് കാണിക്കുന്നത്. അപ്പോ നമ്മൾക്ക് ആദ്യം ഈ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും നമ്മൾക്ക് ഒരുപാട് പവർ ഉണ്ട്, നമ്മുടെ മൈൻഡിനെ എന്തും സാധിക്കാനുള്ള പവർ നമ്മുടെ മൈൻഡിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത് അതിനു വേണ്ടിയിട്ട് അയാൾ എന്താ ചെയ്തത്? തുടർച്ചയായിട്ട് അയാൾ അത് അധ്വാനിക്കുകയും ചെയ്തു. അവിടെ ആ പത്രകർത്താവ്, അതായത് നമ്മുടെ ജേർണലിസ്റ്റ് അവിടെ പറയുമ്പോൾ, പത്രപ്രവർത്തകൻ പറയുകയാണ് എന്ന് പറഞ്ഞാല്, സ്വന്തമായിട്ട് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് സ്നേഹം, അതായത് ഇയാൾ പറയായിരുന്നു ഇതെങ്ങനെ ചെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അയാൾ പറയുക. ആ നമ്മൾ ചെയ്യുന്ന ജോലിയിലുള്ള ഒരു ആത്മാർത്ഥതയും ഒരു സ്നേഹവും കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ സാധിച്ചത് എന്ന് അവിടെ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ അയാൾ പറയുന്നത്, എനിക്ക് സ്നേഹമുള്ളത് പത്രപ്രവർത്തനമായിരുന്നു, ഒരു പത്ര ഓഫീസ് തുടങ്ങണം എന്നായിരുന്നു, സ്വന്തമായിട്ട് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു എനിക്ക് ആഗ്രഹം എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് ചെയ്യില്ല, അത് പറ്റുമോ, അത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ഇയാൾ പറയുന്നുണ്ട്, അതായത് ഇത് ഇങ്ങനെയുള്ള ഒരു ജോലി, അതായത് ഞാൻ ചെയ്യുന്ന ഈ പർവ്വതം പൊളിക്കുന്ന ജോലിയോളം മാത്രം പ്രശ്നങ്ങളില്ലല്ലോ അതില്, അത്ര ബുദ്ധിമുട്ടില്ലല്ലോ അതില് എന്ന് അയാൾ അവിടെ പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിനെ ഏത് രീതിയിൽ പരുവപ്പെടുത്തണം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ എടുക്കുന്ന ജോലി അത് എത്ര തന്നെ ബുദ്ധിമുട്ടുള്ളതായാലും അത് എനിക്ക് സാധിക്കുന്നതാണ്, അതൊരിക്കലും ഇമ്പോസിബിൾ അല്ല. എന്റെ ലക്ഷ്യം 2024 ഡിസംബർ എത്തുമ്പോൾ എനിക്ക് ഇവിടെ എത്തണം, ഇങ്ങനെയുള്ള രീതിയിൽ എത്തണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ, അത് എത്ര വലിയ ലക്ഷ്യമായിട്ട് നമ്മൾ എടുത്താലും അതൊരു ഇമോഷണൽ, അതായത് നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന, അതായത് നമ്മൾക്ക് ഒരു നമ്മുടെ എന്താ നമ്മൾ പറയാ, ഒരു വികാരപരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കണം. വൈകാരിക തീരുമാനം നമ്മൾക്കത് വരേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ വൈകാരികമായ തീരുമാനം ആയാൽ മാത്രമേ നമ്മൾക്ക് ശരിക്കും ആക്ഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെ ശരിക്കും പറഞ്ഞാൽ ശ്രീഷ അവർ പറയുന്ന ഒരു കഥയും കൂടിയുണ്ട്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് അത് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറുതായിട്ട്. അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കെട്ടിടത്തില് ഒരു തീ പിടിക്കുന്നുണ്ട്, അവിടെ ആരോ കരയുന്നുണ്ട്, ഒരു കുട്ടി കരയുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മളെ പോലെ എല്ലാവരും എന്ത് ചെയ്യും? കുറച്ച് ആത്മാർത്ഥത്തിന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രക്ഷിക്കാൻ ശ്രമിച്ചേക്കാം എന്നുള്ള ഒരു ഭാവം നമുക്കുണ്ടാവും. അപ്പൊ വാതിൽ അവിടെ അടച്ചു പൂട്ടിയിട്ടുണ്ട്, അപ്പൊ അത് പൊളിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നമ്മൾ നടത്തിയെന്നിരിക്കും. ഒരു പരിധി മാത്രമേ നമ്മുടെ എഫേർട്ട് അവിടെ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് ആ കുട്ടി നമ്മുടെ കുട്ടിയാണെന്നാണെങ്കിലോ, വൈകാരികമായ നമ്മൾക്കത് നമ്മുടെ എന്താ ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതി നമ്മൾ ഉണ്ടാക്കും. ആ വൈകാരികമായുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് വില കൊടുത്തും നമ്മൾ അത് സാധിക്കും എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കും. അതുപോലെയാണ് ഇവിടെയും കൂടി പറയുന്നത്. അതായത് ഇങ്ങനെ ഏതൊരു കാര്യവും ആ വൈകാരികമായിട്ട് നമ്മൾ അതിനുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് നമ്മളിലുള്ള കഴിവ് പൂർണ്ണമായിട്ട് പുറത്തെടുക്കാനും നമ്മൾക്ക് ആക്ഷൻ, അതായത് ടേക്ക് മാസീവ് ആക്ഷൻ എന്ന് പറയുന്നത്, അതായത് അത്രത്തോളം നമ്മൾ ആക്ഷൻ എടുക്കാൻ നമ്മൾ തയ്യാറാവണമെങ്കിൽ അതൊരു വൈകാരികമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ നെവർ ഗീവ് അപ്പ്, അതും ആ വൈകാരികത വരുമ്പോൾ കാര്യം സാധിക്കുന്നത് വരെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. ഇവിടെ നമ്മൾ ദർശത് മഞ്ജിക്കും അത് തന്നെയാണ്. അതായത് നമ്മളുടെ ഒരിക്കലും എന്റെ റോഡ് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഈ പർവ്വതത്തെ പൊളിച്ചു കളയാതെ ഞാൻ ഒരിക്കലും വിടില്ല. അന്ന് ഈ പർവ്വതമാണ് എനിക്ക് തടസ്സം വന്നത്, അതാണ് എന്റെ ഭാര്യയുടെ ജീവിതം അല്ലെങ്കിൽ എന്റെ സ്നേഹിക്കുന്ന സ്ത്രീയുടെ ജീവിതം നഷ്ടപ്പെടുത്തിയത്, അതിന് കാരണം ഈ പർവ്വതമാണ്, അതുകൊണ്ട് ഞാൻ അതിനെ പൊളിച്ചേ തീരൂ എന്നുള്ള ഉറച്ച തീരുമാനം, അത് പൊളിച്ചു തീരുന്നവരെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം അയാൾ എടുത്തു. അതുപോലെ തന്നെ 2024 നമ്മൾ നെയ്തെടുക്കുന്ന ഒരു സ്വപ്നം, അതായത് നമ്മളുടെ ഒരു ഗോൾ, നമ്മുടെ ഒരു ലക്ഷ്യം, അത് വൈകാരികമായ ഒരു ലക്ഷ്യം, അത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എഴുതി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് ആദ്യം തന്നെ നമ്മൾ അവസാനം കാണുക എന്നുള്ളത്, അത് നമ്മൾ എഴുതി റെഡിയായി കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ വൈകാരികത വരുമ്പോൾ നമ്മൾ ശരിക്കുള്ള ആക്ഷൻ, ഈ കഥ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ അല്ല, അത് ഒരിക്കലും സാധിക്കും നമുക്ക് എന്നുള്ള രീതിയിൽ നമ്മൾക്കത് ശരിക്കുള്ള ആക്ഷൻ എടുക്കാനും ഒരിക്കലും വിട്ടുകൊടുക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാനും സാധിക്കും. നെക്സ്റ്റ് സ്ലൈഡ്. അതിനുശേഷം നമുക്ക് വരേണ്ട കാര്യമാണ് എന്താന്ന് പറഞ്ഞാല്, ഹാവ് ആൻ ഇമോഷണൽ ഗോൾ വിത്ത് ബർണിംഗ് ഡിസയർ. അത് നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ ഗോൾ, അതിപ്പോ ഈ കഥയിലൂടെ ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് അതാണ്. അയാളുടെ ലക്ഷ്യം ശരിക്കും വൈകാരികമായിരുന്നു. വൈകാരികത മാത്രമല്ല, അവിടെ ഒരു വാശി കൂടി അയാൾക്കുണ്ടായി. ആ വൈകാരികത വരുമ്പോൾ ഒരു വാശി കൂടി അവിടെ ഉണ്ടായി.
അതാണ് ആ ബർണിങ് ഡിസയർ. അതായത് കത്തും, നമ്മൾ പറയുമല്ലോ അയാളുടെ ഉള്ളിൽ തീയാണ് എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും അതൊരു തീയായിട്ട് പടരണം. അത് തീയായി പടരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ വികാരങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് അത് ശരിക്കും നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, അതായത് ഒരു ഗോൾ, ലക്ഷ്യം, ആ ലക്ഷ്യം നമ്മൾ ശരിക്കും മുമ്പിൽ കാണുകയും എപ്പോഴും നമ്മളുടെ കണ്ണിൽ അത് കാണുകയും നമ്മൾ അതിനു വേണ്ടി സടകുടഞ്ഞ് എടുത്ത് പണിയെടുക്കും നമ്മൾ പറയാറ്. അത് എന്ത് തന്നെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ മുമ്പിലൊന്നും കാണാതെ അതിൽ നിസ്സാരമായി കരുതിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും. എന്നിട്ട് നമ്മുടെ ലക്ഷ്യം സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്. അതായത് സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളെ തടസ്സം വരുന്ന ഒരു കാര്യമാണ്. അതെന്താണ്? അയ്യോ, ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു. ജിയിൽ എനിക്ക് ഇത്ര ആദ്യത്തെ 2-3 കൊല്ലമായി ഞാനിവിടെ പണിയെടുക്കുന്നുണ്ട്. അത് സമയത്ത് ഈ 2-3 കൊല്ലത്തിൽ എനിക്കൊന്നും സാധിച്ചില്ല, ഇനി അത് സാധിക്കുമോ? അത് പഴയതിനെ പറ്റി നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ പഴയതിനെ പറ്റി, നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന കഴിവിനെ പറ്റി. അവിടെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഒരു ലീഡർ ആകുമ്പോൾ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഒരു ലീഡർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഴിവുകൾ നമ്മൾ വളർത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലാത്തത് നമ്മൾ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി എന്താണ്, ഇതൊക്കെ എനിക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ. എന്നിലുള്ള കുറവുകൾ എനിക്ക് നികത്തി പുതിയതായിട്ട് ഞാൻ പഠിച്ച് പുതിയതായിട്ട് ഞാൻ അതിനുവേണ്ടി എഫേർട്ട് ചെയ്ത് കൂടുതൽ സമയം ഞാൻ അതിലേക്ക് വിനിയോഗിച്ചുകൊണ്ട് എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ പഴയത് കാര്യങ്ങൾ, ഇതുവരെ നടന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ആ ഫ്യൂച്ചറിനെ, അതായത് നമ്മുടെ ലക്ഷ്യത്തെ ഒരിക്കലും അത് തടസ്സം വരാൻ പാടില്ല. അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. ഇതൊക്കെ മനസ്സിന്റെ ചിന്തകളാണ്. ആ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വളരെ അത്യാവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പഴയ കാര്യങ്ങൾ പറഞ്ഞ് അത് നമ്മുടെ ശക്തിയെയോ അല്ലെ നമ്മുടെ താല്പര്യത്തെയോ അല്ലെ നമ്മുടെ എന്താ പറയാ ആ ഇമോഷനെയോ ഒന്നും അത് എഫക്ട് ചെയ്യാൻ പാടില്ല. അതൊരിക്കലും നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല. നെക്സ്റ്റ് പ്ലീസ്. ഇവിടെ നമ്മൾ ചില ആൾക്കാരെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് മുനീബ മസാരി. ഇവരെ പറ്റി പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, ഗൂഗിളിലും അതിലൊക്കെ നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇവർക്ക് എന്താണ്, അതായത് 2 കാലും 1 കൈയും ഇല്ല. അതായത് 1 കൈക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, 2 കാലും ഇല്ല, അത് തളർന്നു കിടക്കുക. അപ്പൊ അങ്ങനെ 1 കൈ മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പാകിസ്ഥാനുകാരിയാണ് അവര്. നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥിതി ഇനി എനിക്കൊന്നും പറ്റില്ല, ഒരാൾ ഒരു ഭാഗം തളർന്നു പോകുന്ന ഒരു സ്ഥിതിയൊക്കെ നമുക്കറിയാം. പല സമയത്ത് തളർച്ച വരാറുണ്ട്, 1 കൈ 1 കാലും ഒക്കെ ഉള്ളതൊക്കെ. പക്ഷെ അവരൊക്കെ ജീവിതത്തോട് അവിടെ തന്നെ മടുപ്പ് വന്നു ഇനിയോട്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് ഈ മുനീബ മസാരി എന്ന് പറയുന്ന വുമൺ അവിടെ എന്താ ചെയ്തത്? അവര് ലോകം അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറും നല്ലൊരു ആർട്ടിസ്റ്റും ആക്ടിവിസ്റ്റും ആങ്കർ നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ നിന്ന് സംസാരിക്കുന്ന ആളാണ്, മോഡല്, സിംഗർ. ഇവിടെ എന്താണ് നമുക്ക് ശ്രദ്ധിക്കാനായിരിക്കും, അവർക്ക് ഓൾറെഡി ഉള്ള ഭാഗങ്ങളിൽ അവർ ഫോക്കസ് ചെയ്തു. അവരുടെ മനസ്സിലും അവരുടെ വായിലൂടെ അവരത് സ്പീക്ക് ചെയ്യുന്ന അതാണ് അയാൾ ഉപയോഗിച്ചത് ശരിക്കും പറഞ്ഞാൽ അവിടെ. അപ്പൊ ആ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ ലോക പ്രശസ്തിയാവുകയാണ് മുനീബ മസാരി ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള എത്ര കുറവുകൾ നമ്മൾക്കുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഉള്ളതിൽ ഫോക്കസ് ചെയ്യുക, ഇല്ലാത്തതിലല്ല. ഉള്ളതിൽ ഫോക്കസ് ചെയ്യുക, അതിനെ വളർത്തിയെടുക്കുക, അതിനെ പരിപോഷിപ്പിക്കുക, അതിലൂടെ നമ്മൾക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മുനീബ മസാരിയുടെ ഈ ഇത് നമുക്ക് കാണിച്ചു കൊടുക്കുന്നത്. 20ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടതാണ് ഇതൊക്കെ. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഒരു വനിതയാണ് മുനീബ മസാരി. നെക്സ്റ്റ് പ്ലീസ്. ഇത് ഫ്രാൻസുകാരനാണ്. ഇയാളുടെ ഒരു വിശേഷത എന്താ നമുക്ക് കാണാൻ കഴിയും, 1 വർഷം മാത്രമേ ഉള്ളൂ. അതായത് 1 കാലും 1 കൈയും മാത്രമേ ഉള്ളൂ. ഇനിയൊരു ഭാഗത്ത് കാലും കൈയും ഇല്ല. അപ്പോ ഇയാൾ സാധിച്ചെടുത്തത് എന്താണ്? സൈക്കിൾ ചവിട്ടുകയാണ്. സൈക്കിൾ ചവിട്ടുന്ന എവിടെയാണ്? ആൽപ്സ് പർവ്വതനിരകൾ, പൈറനീസ് പർവ്വതനിരകൾ, ഇങ്ങനെ പർവ്വതനിരകളിലാണ് ഇയാൾ ഇതൊക്കെ ചവിട്ടിയിട്ട് പോയിക്കൊണ്ടിരുന്നത്. കിലോമീറ്ററുകൾ ചവിട്ടുകയാണ്. നമ്മൾക്ക് 2 കാലും 2 കൈയും ഉണ്ടെങ്കിൽ തന്നെ സൈക്കിൾ ചവിട്ടുന്ന എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വീണ് പോകും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ പലപ്പോഴും. അപ്പോ അവിടെ നിന്ന് നമ്മൾ 1 കൈയും 1 കാലും മാത്രമുള്ള ഒരു വ്യക്തി പർവ്വതങ്ങളിലേക്ക് ചവിട്ടി കയറുകയാണ്, പർവ്വതങ്ങളെ കീഴടക്കിയാ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു
തീരുമാനം അത് അവർക്ക് സാധിക്കും എന്ന് നമ്മളെയൊക്കെ അവർ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾക്ക് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവരെ വന്ന് കണ്ടില്ലേ, ഒരാൾ നമ്മൾ വായിലൂടെ അതിന്റെ കഴിവ് ഉപയോഗിക്കും, അതേസമയത്ത് അവർ എവിടെയാണ് അവർക്ക് വീക്ക്നെസ് ഉള്ളത് ആ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അയാൾ ലക്ഷ്യം സാധിക്കുക. അതുപോലെ ഒരുപാട് നമ്മൾക്കൊക്കെ ആശ്ചര്യകരമാണ്. നമ്മളാണെങ്കിൽ ഒരു പർവ്വതമൊക്കെ ചവിട്ടിക്കയറി പോവാന്നുള്ള കരുതുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമ്മൾ ചിന്തിക്കാത്തതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഇത്രയും കുഴപ്പങ്ങൾ, അതായത് നമ്മുടെ എന്താ കൈയും കാലും ഒക്കെ ഇല്ലാത്ത ഈ വ്യക്തി അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ വളരെ ഇവരൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കും കൂടി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് പ്ലീസ്. ഇതുവരെ ഒരു കൈയോ ഒരു കാലോ ഇല്ലാത്ത ആള് ഇത് 2 കൈയും ഇല്ല 2 കാലും. അപ്പൊ ഇവരെ പറ്റി നമ്മൾ എന്താ പറയുന്നത്? ഇന്ന് ലോകം അറിയപ്പെടുന്ന ആസ്ട്രേലിയൻകാരനായ പ്രീച്ചറാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഇവിടെയും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. വളരെ ശ്രദ്ധയോടെ അവർ എന്ത് തൊഴിലാണ് അവർ തെരഞ്ഞെടുത്തതെന്ന് നോക്കുക. അവർ ഫേമസ് ആവാൻ തെരഞ്ഞെടുത്തത് അവരുടെ മൈൻഡും അവരുടെ സംസാരവുമാണ്. ആ മൈൻഡിന്റെ പവറാണ്. ഒന്ന് കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും എനിക്കത് സാധിക്കുമെന്ന് തീരുമാനിക്കാണ്ട് അവരുടെ മനസ്സിന്റെ കൂടെ അവരെടുത്തിരിക്കുന്ന തൊഴിൽ കൂടും അതിനനുസരിച്ചാണ്. അപ്പൊ നമ്മളും കൂടി ശ്രദ്ധിക്കുക. അതാണ് നമ്മളുടെ കുറവുകൾ എന്തുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാവാം, പക്ഷെ നമുക്ക് അതിനനുസരിച്ച് നമ്മളുടെ കഴിവുകൾ എന്തൊക്കെയുണ്ട് അതിനനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ തൊഴിൽ തിരഞ്ഞെടുത്ത് അതിലൂടെ നമ്മൾക്ക് ലോകം കീഴടക്കാനും സാധിക്കും, നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുപോലെയുള്ള ആൾക്കാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവർക്ക് അത് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല? നമ്മൾ ഈ ഗ്ലോബൽ ഗാർണറിൽ എന്തൊക്കെ അത്രയൊക്കെ ചെയ്യാനുണ്ടോ? വളരെ വളരെ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്, എല്ലാ ഫെസിലിറ്റികളും തന്നിട്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്, നമ്മൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഗ്ലോബൽ ഗാർണറിൽ നമ്മളുടെ ഏത് ലക്ഷ്യവും നമ്മൾക്ക് ഏത് ലെവൽ വരെയും നമ്മൾക്ക് പോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അതിന് വേണ്ട എഫേർട്ട് നമ്മൾ ഇടുക, അതിനുവേണ്ടി ആക്ഷൻ ചെയ്യുക, അതിന് നമ്മുടെ ലീഡറുടെ സപ്പോർട്ട് എടുക്കുക, നമ്മൾ സ്വയം ലീഡർ ആവുക, എന്നിട്ട് ഒരുപാട് ലീഡേഴ്സിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. It doesn't matter where you are coming from and what matters is where you are going. അതായത് നമ്മൾ എവിടെ നിന്ന് വരുന്നു, നമ്മുടെ ജീവിതത്തിന്റെ പഴയകാല, അതായത് നമ്മുടെ ഭൂതകാലം എന്താണ് എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് എവിടുന്ന് വരുന്നു എന്നുള്ളത് നിർബന്ധമല്ല. അതായത് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് ഇത്ര കഴിവുള്ളൂ, ഞാൻ ഗ്രാമത്തിൽ നിന്ന് വന്ന ആളാണ്, ഇങ്ങനെയുള്ള നമ്മുടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മുടെ മൈൻഡിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും. എന്നിട്ട് നമ്മുടെ മൈൻഡിന്റെ പവറിനെ തുറക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതിന് പകരം നമ്മൾ എവിടെയാണ് പോകുന്നത്, മാറ്റേഴ്സ് വെയർ യു ആർ ഗോയിങ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, 2024 അവസാനിക്കുമ്പോൾ നിങ്ങൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു, എവിടെ എത്തുന്നു നിങ്ങൾ തീരുമാനിക്കുന്നു, ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുന്നു. അത് നിർണ്ണയിക്കും നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എവിടെ എത്തുമെന്നും. അല്ലാതെ നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഈ ഒരു വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും 2024 ഉയർന്ന ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക, ഉയർന്ന ലക്ഷ്യങ്ങൾ ഉറപ്പിക്കുക, എന്നിട്ട് അവിടത്തേക്ക് കുറച്ച് ചുവടുവെപ്പോടെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വളർത്തിയെടുത്തുകൊണ്ട്, നല്ലൊരു ടീമിനെ വളർത്തിയെടുത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മാർച്ച് ചെയ്യുക, എന്നിട്ട് ആ ലക്ഷ്യം കീഴടക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും നമ്മൾ ഒരു തീരുമാനം ഇന്ന് എടുക്കേണ്ടത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. വളരെ വളരെ എപ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്, വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. നമ്മൾ എന്ത് കാണുന്നോ അത് നമ്മൾക്ക് കിട്ടും. വാട്ട് യു ഹിയർ ഹു ഐ ആം. നമ്മൾ എന്ത് കേൾക്കുന്നോ അതാണ് നമ്മൾ. നമ്മൾ എന്ത് കാണുന്നു അത് നമ്മൾക്ക് കിട്ടുന്നു. അതായത് നമ്മുടെ മനസ്സിൽ ഒരു രൂപം നമ്മൾ വളർത്തിയെടുക്കുകയാണ്, എനിക്ക് ഇത്രയേ സാധിക്കൂ, അപ്പോൾ നമ്മൾക്ക് അത്രയേ കിട്ടും. അല്ല എനിക്ക് ഇത്ര സാധിക്കും
വലിയ നമ്മൾ കാണുന്നത് അത് നമുക്ക് കിട്ടാൻ പോകും. അതുപോലെ നമ്മൾ എന്ത് പറയുന്നു, നമ്മളോട് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നു, എന്ത് കേൾക്കുന്നു, അതാണ് നമ്മൾ ആയിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആരാവണോ അത് നമ്മൾ പറയണം. അത് നമ്മൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന ലക്ഷ്യം എത്തുന്ന ആളാണ്, ഞാൻ 2024 ഡിസംബർ എത്തുമ്പോൾ ഞാൻ ഇന്ന ലെവലിലുള്ള ആളാണ് എന്ന് നമ്മൾ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മൾ ആവണം, അത് നമ്മൾ ആവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ് ആൻഡ് വാട്ട് യു ഹിയർ ഈസ് ഹു ഐ ആം. അത് നമ്മൾ തീരുമാനിച്ചെടുക്കുക. ഈ ഒരു സെന്റൻസ് എല്ലാവരും എഴുതി വെച്ചുകൂടാ. എഴുതി വെച്ച് ദിവസവും അതിനെ ഉരുവിടുക. ദിവസവും ഉരുവിട്ട് മനസ്സിലാക്കുക. അവിടെ നിന്ന് നമ്മളുടെ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മൾ ശരിയായ ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ഉയർന്ന നിലയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കും. നെക്സ്റ്റ് പ്ലീസ്. അപ്പൊ ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, 2024 ജനുവരി 1-ാം തീയതി തൊട്ട് 2024 ഡിസംബർ വരെ ഉള്ള. അപ്പോൾ 2024 ഡിസംബറിലാകുമ്പോൾ നമ്മൾ എവിടെ എത്തുമെന്ന് തീരുമാനിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ ഏത് സ്റ്റെപ്പ് എടുക്കണം, എങ്ങനെ എടുക്കണം, അത് കൃത്യമായ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നു. അതുപോലെ നമ്മൾ അതിനനുസരിച്ചുള്ള എന്തൊക്കെ ക്വാളിറ്റീസ് നമ്മൾ ഇവിടെ വളർത്തിയെടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഇന്ന് പറഞ്ഞു. അപ്പൊ ആ ക്വാളിറ്റീസിലേക്ക് വേണ്ടി വളർത്തിയെടുക്കുന്നു. വരുന്ന 10 ദിവസം, അതായത് ഇന്ന് 20-ാം തീയതിയാണ്, വരുന്ന 10-11 ദിവസങ്ങൾ നമ്മൾക്ക് അതിന് ഒരു പ്രാക്ടീസ് സെഷനാണ്. 2024 ജനുവരി 1 മുതൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്, അതിനുള്ള ഒരു പ്രാക്ടീസ് സെഷനാണ് ഈ 10 ദിവസം. ഇപ്പൊ നമ്മളുടെ ഒരു യൂപോസ് വിൽക്കുകയാണ് നമ്മുടെ ജോലി എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് ഇത്ര യൂപോസ് വിൽക്കണം, അത് ഞാൻ വിൽക്കും, തീർച്ചയായും എനിക്ക് സാധിക്കും എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു യൂപോസ് എങ്കിലും ഞാൻ ഈ 10 ദിവസത്തിനുള്ളിൽ വിൽക്കും, ആ ഒരു തീരുമാനം നമ്മൾ എടുക്കുക. എടുത്തിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ട് അത് സാധിക്കുക. അതൊരു പ്രാക്ടീസാണ് നമുക്ക്. അപ്പൊ ഒരുപാട് നമ്മൾ ഈ ട്രെയിനിങ്ങുകളും കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ശിക്ഷ അവരുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വേറെ രീതിയിലൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. തുടർന്ന് നമുക്കത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വരുന്ന 10 ദിവസങ്ങൾ കൃത്യമായൊരു തീരുമാനത്തോടെ, ഉറച്ചൊരു തീരുമാനത്തോടെ, ധൈര്യസമേതം എല്ലാ നമ്മുടെ ക്യാരക്ടറിൽ, നമ്മൾ ഓൾറെഡി ഉള്ള നമ്മുടെ ക്യാരക്ടറിൽ ഒന്ന് മിനുക്കിയിട്ട് നമുക്ക് വേണ്ട സ്കില്ലുകൾ നമ്മൾ ചെയ്യാൻ, നമ്മുടെ ലീഡറുടെ ഹെൽപ്പ് എടുത്തുകൊണ്ട് നമ്മുടെ സ്കില്ലുകൾ ഒന്ന് പോളിഷ് ചെയ്ത് നമ്മൾ ഉറച്ച തീരുമാനത്തോടെ ഈ 10 ദിവസം ഒരു പ്രാക്ടീസ് സെക്ഷൻ ആക്കിയിട്ട് എടുത്ത് ജനുവരി 1 മുതൽ ഡിസംബർ അവസാനം വരെയുള്ള ഈ 12 മാസത്തിൽ ഒരു വലിയ ലക്ഷ്യം തന്നെ, അത് GG കേരള, ഇപ്പൊ GG കേരള നമ്മൾ എഴുതിയിട്ടുണ്ട്, സക്സസ് ടീം എന്നാണ് പറയുക. അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ സക്സസ് ആണ്. അത് ശരിക്കും അന്വർത്ഥമാക്കുന്ന, ആ വേർഡിനെ നമ്മൾ അന്വർത്ഥമാക്കുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനും അത് 100% നമുക്ക് അവിടെ എത്താനും സാധിക്കും. നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുന്നു. താങ്ക് യു. Saju, over to you.